ജർമ്മൻ ബസ് കമ്പനിയായ ഫ്ലിക്സ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം തുടങ്ങുകയാണ്. ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും മധുരയ്ക്കുമൊക്കെയാണ് 10-ാം തീയതി മുതൽ സർവീസ്. അധികം വൈകാതെ കേരളത്തിലേക്കും സർവീസ് വ്യാപിപ്പിക്കാനാണ് പരിപാടി. അടിപൊളി സർവീസ്, ഉദ്ഘാടന ഓഫറും ഉറപ്പ്. ഇപ്പോഴത്തെ കുത്തകക്കാരായ സ്വകാര്യ ബസ് ലോബിക്ക് അതൊരു മുട്ടൻ പണിയാണ്. സമരം വരുമോ? ഇല്ലെങ്കിൽ മത്സരം തൽക്കാലം യാത്രക്കാർക്ക് നേട്ടം. 4200 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം അനുവദിച്ചു. ഭാഗ്യം, ഓണച്ചെലവുകൾ ഓടിക്കാൻ അത്യാവശ്യം പണമായി. പക്ഷേ ആകെ വേണ്ടത് 20,000 കോടിയാണ്. ബാക്കി നികുതി വരുമാനം കൊണ്ട് നികത്തും. കടം പെരുകി വരുമ്പോൾ എന്ത് സംഭവിക്കും? പദ്ധതി ചെലവുകൾ പരമാവധി വെട്ടിക്കുറയ്ക്കും എന്നാണ് ഉത്തരം. കടം പെരുകിയാൽ എന്ത്? പരിപാടികൾ ഗംഭീരമാകട്ടെ. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം സർവകാല തകർച്ചയിൽ. ഇന്നത്തെ നിരക്കനുസരിച്ച് $1 കിട്ടാൻ 83 രൂപ 98 പൈസ കൊടുക്കണം. ഇറക്കുമതിക്കാർക്ക് കൂടുതൽ ഡോളർ വേണ്ടിവരുന്നതാണ് രൂപയുടെ മൂല്യം കൂടുതൽ ഇടിച്ചത്. രൂപയെ ആടാതെ പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? അതറിയാൻ കാത്തിരുന്നേ മതിയാവൂ. പുതിയ റെക്കോർഡിൽ തൊട്ട റബ്ബർ വില അടിതെറ്റി താഴോട്ട് പോരുകയാണ്. റബ്ബർ ബോർഡ് വില 232 രൂപയാണെങ്കിലും വ്യാപാരികൾ അതിലും താഴ്ത്തിയാണ് വാങ്ങുന്നത്. ടാപ്പിംഗ് തകൃതിയായി നടക്കുന്നു. പോരാത്തതിന് ഇറക്കുമതി റബ്ബർ വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. റബ്ബർ വില കുറഞ്ഞാലും ടയർ വില കൂടുന്നു എന്നതാണ് വിപണിയിലെ വിരോധാഭാസം. ഓഹരി വിപണിയിലെ 1-ാം നമ്പർ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഒരു ഓഹരി കൈവശമുള്ളവർക്ക് ഒരു ബോണസ് ഓഹരി അനുവദിക്കുമെന്ന് ഔപചാരിക പ്രഖ്യാപനമായി. അംഗീകൃത ഓഹരി മൂലധനം 15,000 കോടി രൂപയിൽ നിന്ന് 50,000 കോടിയായി ഉയർത്തി. 2017 ശേഷം ഇതാദ്യമായാണ് റിലയൻസ് ബോണസ് ഓഹരി അനുവദിക്കുന്നത്. റെക്കോർഡ് തീയതി പിന്നാലെ. ധനം ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.